രണ്ടാഴ്ചയാണായത് തിരുവനന്തപുരം കോർപ്പറേഷൻ പുതിയ ഭരണസമിതി അധികാരത്തിലെത്തിയിട്ട്. ചുമതലയിൽ വന്ന അടുത്ത ദിവസം തന്നെ ഞങ്ങൾ ഗവർണറുമായി ചില കാര്യങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 100 കൗൺസിലർമാരെയും കോർപ്പറേഷനിലെ എല്ലാ കൗൺസിലർമാരുമായി ഒരുമിച്ച് ഒരു ഇൻട്രാക്ഷൻ നടത്താമെന്ന് അദ്ദേഹം സമ്മതിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ LDF, UDF, NDAയുടെ പ്രതിനിധികൾ, സ്വതന്ത്രർ ഉൾപ്പെടെയുള്ള എല്ലാ കൗൺസിലർമാരെയും രാജ്ഭവനിൽ നിന്നും അതോടൊപ്പം തന്നെ കോർപ്പറേഷനിൽ നിന്നും നേരിട്ട് അറിയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഏറെക്കുറെ എല്ലാ കൗൺസിലർമാരും വ്യക്തിപരമായ അസൗകര്യമുള്ള 1-2 പേർ ഒഴികെ ബാക്കി എല്ലാവരും കഴിഞ്ഞ 2 മണിക്കൂറായി ലോക് ഭവനിലുണ്ട്. വളരെ ഗൗരവമായ വളരെ പോസിറ്റീവായിട്ടുള്ള ഡിസ്കഷനായിരുന്നു നടന്നിരുന്നത്. നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പരമാവധി ഒരു ഗവർണർ എന്നുള്ള നിലയ്ക്ക് ഏതൊക്കെ തരത്തിൽ ഇടപെടാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചയുണ്ടായിരുന്നു. പല കാര്യങ്ങളും അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. വരാൻ പോകുന്ന ദിവസങ്ങളിൽ അത് സമൂഹത്തിന് ബോധ്യപ്പെടും. തീർച്ചയായിട്ടും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വികസന മുന്നേറ്റത്തിന് രാജ്ഭവനിൽ നടന്ന ഈ ചർച്ച വലിയൊരു തുടക്കം കുറിക്കും. മാത്രവുമല്ല, യോജിക്കാൻ സാധിക്കുന്ന എല്ലാ മേഖലയിലും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ 100 കൗൺസിലർമാരും യോജിച്ച് നിന്നുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു സന്ദേഹം തിരുവനന്തപുരത്ത് മാത്രമല്ല രാജ്യത്തിന് മുഴുവൻ നൽകുവാൻ വേണ്ടി ഈ കൂട്ടായ്മ സാധിച്ചിട്ടുണ്ട്. എന്നോടൊപ്പം നിൽക്കുന്നതിൽ എല്ലാ മുന്നണികളുടെയും കൗൺസിലർമാർ ഉണ്ട്. ചിലരൊക്കെ തന്നെ ഇപ്പോൾ UDFൻ്റെ മുതിർന്ന കൗൺസിലറുണ്ട്, മേരി ബിഷപ്പുണ്ട്, ശബരിനാഥ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അനിത ചേച്ചി ഇവിടെ പുറകിലുണ്ട്, വെങ്ങാനൂർ കൗൺസിലർ ലതികയുണ്ട്, SP ദീപക് ഉണ്ടായിരുന്നു. വളരെ ഗൗരവമായ നിർദ്ദേശങ്ങളൊക്കെ തന്നെ അവർ നൽകി. തീർച്ചയായിട്ടും ഇതൊരു നല്ല തുടക്കമായിരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.